ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ തുണികളും കുറച്ച് സിമൻറ്റും മണലും കൊണ്ട് ഒരു അടിപൊളി ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 4 കാർഡ്ബോർഡിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്ററും അതിൻ്റെ നീളം 26 സെൻറ്റിമീറ്ററുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊരു 4 പീസുകൾ എടുക്കുക. അതിന് 4 എണ്ണത്തിനെയും കൂടെ നമുക്ക് ഒരു ബോക്സ് കണക്ക് ഒട്ടിച്ച് എടുക്കാം. ഇതിനുവേണ്ടി മാസ്കിംഗ് ടൈപ്പ് ഉപയോഗിച്ച് 4 എണ്ണം കൂടെ നമുക്ക് ഒരു ബോക്സായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആ 4 പീസും ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്കൊന്ന് അടച്ചെടുക്കാം. അതിനുവേണ്ടി മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസ് അതിൻ്റെ അടിസൈഡിൽ വെച്ചിട്ട് അതിനെ ബോക്സിൻ്റെ അളവിന് കറക്റ്റ് പേന കൊണ്ട് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തെടുത്തിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് ആ ബോക്സിൽ ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് അതേ കണക്ക് തന്നെ അതിനെ കട്ട് ചെയ്തെടുത്ത് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് മറ്റേ ബോക്സിലോട്ട് നല്ലവണ്ണം ഒട്ടിച്ച് ചേർക്കാം. ഇപ്പോൾ ബോക്സെല്ലാം ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റും വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഴയ കോട്ടൺ തുണികൾ. അപ്പോൾ ഈ കോട്ടൺ തുണികൾ ആ സിമൻറ്റ് മിശ്രിതത്തിൽ നല്ലവണ്ണം മുക്കി നമുക്ക് ആ ബോക്സിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഏകദേശം ഒരു 3-4-5 ലെയർ നല്ലവണ്ണം തുണി ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിനെടുത്ത് അതിനകത്തിരിക്കുന്ന കാർഡ്ബോർഡിൻ്റെ പീസെല്ലാം എടുത്ത് മാറ്റാം. ഇപ്പോൾ കാർഡ്ബോർഡിൻ്റെ പീസെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മണലും സിമൻറ്റും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം മണൽ ഞാൻ ഇതിൽ നല്ല നൈസായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ തരികളായിട്ട്. അപ്പം 2 കപ്പ് മണലിന് 1 കപ്പ് സിമൻറ്റ് ചേർത്ത് അപ്പോൾ 2:1 എന്നുള്ള അളവിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബോക്സിൻ്റെ പുറത്തെ സൈഡിൽ നമുക്ക് വേണ്ട ഒരു എത്ര കനം വേണോ ആ ഒരു കനത്തിന് നല്ലവണ്ണം കരണ്ടിയോ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം തേച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ 4 സൈഡും ഇതേ കണക്ക് തന്നെ നല്ലവണ്ണം കരണ്ടിക്ക് കോരി കുറേശ്ശെ ഒട്ടിച്ചു കൊടുത്ത് ഏകദേശം ഒരു 1/2 ഇഞ്ച് കനം മതിയാകും. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുക. ഇതിൻ്റെ മുകൾ സൈഡ് നല്ലവണ്ണം ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ചെറിയ പലവ കഷ്ണമോ അല്ലെങ്കിൽ വല്ല കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസോ എടുത്ത് നല്ലവണ്ണം പ്രസ് ചെയ്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പം നമുക്കതിൻ്റെ പുറത്തെ സൈഡിൽ ഏകദേശം ഒരു ലെവലിന് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേ കണക്ക് അതിൻ്റെ എഡ്ജ് ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിക്ക് തന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ആദ്യം സിമൻറ്റ് നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പം നല്ല വെള്ളത്തിൻ്റെ ഈർപ്പം കാണും. അപ്പോൾ വെയിറ്റ് ചെയ്ത് കുറേശ്ശെ തേച്ചൊട്ടിച്ച് എല്ലാ സൈഡിലും നല്ലവണ്ണം പറ്റത്തക്ക രീതിയിൽ തേച്ചൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ അടി സൈഡിൽ നമ്മൾ തുണി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിലും കൂടെ നല്ലവണ്ണം ഈ സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്തത് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു 2-3 ദിവസം അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 2 ദിവസമെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിനെ തിരിച്ചെടുത്ത് അതിനകത്തിരിക്കുന്ന കാർഡ്ബോർഡിൻ്റെ പീസുകൾ ഇളക്കി കളയുക. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സിമൻറ്റും വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ അകത്ത് തുണിയുടെ ആ പാടൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അതിനകത്ത് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുകയോ ബ്രഷിന് അടിച്ചു കൊടുത്താലും മതിയാകും. ഒരു 7-8 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുമ്പം അതിൻ്റെ അകത്ത് ആ തുണിയുടെ പാടെല്ലാം മാറി കിട്ടും. അത് ഏകദേശം ഒന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം നല്ലവണ്ണം ഉണങ്ങിയതിനും ഉണക്ക് വന്നതിന് ശേഷം നമുക്ക് അതിന് ഒരു 80-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ആ തടുപ്പെല്ലാം നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് നല്ലവണ്ണം ആ പൊടിയെല്ലാം ബ്രഷിന് ഒന്ന് തൂത്ത് കളയുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വൈറ്റ് സിമൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം ബ്രഷും കൂടെ ചെയ്ത് കൊടുക്കുക. ആ വൈറ്റ് സിമൻറ്റും ഏകദേശം ഒരു ദിവസം ഒന്ന് നല്ലവണ്ണം ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമുക്കതിനെയും കൂടെ ഒന്ന് പേപ്പർ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഏകദേശം
ഒരു മീഡിയം കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ വൈറ്റ് സിമെൻറ്റ് തടുപ്പൊക്കെ മാറാൻ വേണ്ടി 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് തന്നെ നല്ലോണം പേപ്പറും കൂടെ ചെയ്തെടുക്കുക. ഇപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് ഇനി അടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുക്കുന്ന പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളറാണ്. ആക്രിലിക്കിൻ്റെ വൈറ്റ് കളറാണ് ഫസ്റ്റ് ബേസിക് കോട്ടായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഒരു ലെയർ ആക്രിലിക്കിൻ്റെ വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് അത് ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് ഇനി അതിൻ്റെ പുറത്തൊന്ന് ഡിസൈനൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ എന്ത് വേണോ വരച്ചെടുക്കാം. നമുക്ക് പൂക്കളോ ഇലകളോ എന്ത് വേണമെങ്കിലും. അപ്പോൾ ഞാൻ ഇതിനെല്ലാം എടുത്തിരിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. ഇലകൾ ഷേപ്പിൽ ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ബോർഡർ ഭാഗങ്ങൾ നമ്മൾ പെയിൻറ്റ് പെൻ ഉപയോഗിച്ച് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പെയിൻറ്റിൻ്റെ പേന. അപ്പോൾ അതുപയോഗിച്ച് നമുക്കതിൻ്റെ ബോർഡർ ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അപ്പം കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പം പെയിൻറ്റ് പെന്നിന് ഏത് കളർ വേണോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപയോഗിച്ച് തന്നെ അതിൻ്റെ അകത്തുള്ള ഡിസൈനൊക്കെ പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ബോർഡറൊക്കെ വരയ്ക്കുന്നതിന് കാട്ടി ഏറ്റവും എളുപ്പം ഇതാകുന്നു. അകത്തുള്ള ചെറിയ ഡിസൈനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ള ഭാഗങ്ങളിൽ ചെറിയ ഡോട്ടുകളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ച് അവിടെയും കൂടെ ചെറിയ ഡോട്ടുകളും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെടിച്ചട്ടി കാണാൻ നല്ലൊരു ലുക്കായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.